വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർജിങ് എന്ന് പറയുന്ന മോഡ്യൂളിലെ കുറച്ച് MCQs ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്വേജ് ബ്ലോക്ക് ഈസ് മെയ്ഡ് ഓഫ്. ഓപ്ഷൻ എ മൈൽഡ് സ്റ്റീൽ, ഓപ്ഷൻ ബി മാലിബിൾ കാസ്റ്റ് അയൺ, ഓപ്ഷൻ സി ഹൈ കാർബൺ സ്റ്റീൽ, ഓപ്ഷൻ ഡി ടൂൾ സ്റ്റീൽ. അപ്പം സ്വേജ് ബ്ലോക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മാലിബിൾ കാസ്റ്റ് അയൺ ആണ്. അപ്പം എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ആൻസർ ചെയ്ത് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ആൻസർ തെറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ടയേഴ്സ് ഇൻ ദ ഫോർജ്? ഈ ക്വസ്റ്റ്യൻ മിക്കവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും. ഫംഗ്ഷൻ ഓഫ് ടയേഴ്സ്. ഇപ്പം ഫംഗ്ഷൻ ഓഫ് ടയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു ഫോഴ്സ്ഡ് എയറിനെ സെൻഡ് ചെയ്യുക എർത്തിലേക്ക്, എന്നിട്ട് ആ ഫ്യൂവലിനെ ബേൺ ചെയ്യാൻ സഹായിക്കുക. അതാണ് ഒരു ടയർ അല്ലെങ്കിൽ നോസിലിൻ്റെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് പെർമിറ്റ്സ് കൂൾഡ് എയർ. കൂൾ എയർ ആണ് ഇത് പെർമിറ്റ് ചെയ്യുന്നത്. അതൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ കൺട്രോൾസ് സ്മോക്ക് ആൻഡ് സ്പാർക്ക്, അത് വരില്ല. ഓപ്ഷൻ സി ആക്ട് ആസ് ആൻ ഔട്ട്ലെറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ. ഇവിടെ നിമി ക്വസ്റ്റ്യൻ ബാങ്കിൽ ഇതിൻ്റെ ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത് ആക്ട് ആസ് ആൻ ഔട്ട്ലെറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ എന്നുള്ളതാണ്. ISROയുടെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ നോക്കാൻ നേരത്ത് ഇതാണ് അവിടെ ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. PSCക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാൻസൽ ആവാനും ചാൻസ് ഉണ്ട്. ഈ കൂൾഡ് എയറിൻ്റെ ഇതും പറഞ്ഞ് ചിലപ്പോൾ ക്യാൻസൽ ആവാം. ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്ന ഗ്രാമാറ്റിക്കൽ എററാണ്. ഇതൊരു ഔട്ട്ലെറ്റായിട്ട് ആക്ട് ചെയ്യുന്നു, പ്രോഡക്റ്റ് ഓഫ് കമ്പസ്റ്റനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ദ ആൻവിൽ ഈസ് കോൾഡ് ബീക്ക്? അപ്പം ആൻവിൽ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻവിലിൻ്റെ ഓരോ പാർട്ടും അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അതൊരു റെക്റ്റാങ്കുലർ ടോപ്പ് സർഫസ് ആണോ ബീക്ക് എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി റൗണ്ട് ടേപ്പേർഡ് എൻഡ് ആണോ? ഓപ്ഷൻ സി സ്ക്വയർ ഹോൾ ആണോ? ഓപ്ഷൻ ഡി ബോട്ടം പോർഷൻ ആണോ? ഇപ്പോൾ ബീക്ക് എന്ന് പറയുന്നത് റൗണ്ട് ടേപ്പേർഡ് എൻഡ് ആണ്. സ്ക്വയർ ഹോൾ എന്ന് പറയുന്നത് ഹാർഡ് ഡൈ ഹോൾ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ടേം യൂസ്ഡ് ഇൻ ഫോർജിങ് ഇൻ വിച്ച് തിക്നെസ് ഓഫ് ദ ജോബ് ഈസ് ഇൻക്രീസ്ഡ് ബൈ ഡിക്രീസിങ് ഇറ്റ്സ് ലെങ്ത്? ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് തിക്നെസ് ഇൻക്രീസ് ചെയ്ത് ലെങ്ത് ഡിക്രീസ് ചെയ്ത്. ഇപ്പോൾ ഓരോ ഓപ്ഷൻ നോക്കാം. ഡ്രോയിങ് ഔട്ട് എന്ന് പറയുന്നത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതാണ്, അപ്പം അത് വരില്ല. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പഞ്ചിങ് ആണ്. പഞ്ചിങ് നമുക്കറിയാം ഹോൾ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ആ ഹോളിനെ എൻലാർജ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് തിക്നെസ് ഇൻക്രീസ് ചെയ്ത് ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നത്, വിച്ച് മീൻസ് ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്, ലെങ്ത് ഡിക്രീസ് ചെയ്തു. അതെന്ന് പറയുന്നത് ജമ്പിങ് ആണ്, അപ്സെറ്റിങ്ങിൻ്റെ ജമ്പിങ് ആണ് ആൻസർ വരിക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻവിൽ എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ഏത് മെറ്റീരിയൽ കൊണ്ടാണെന്നാണ്? ഓപ്ഷൻ എ ഹെവി ബ്ലോക്ക് ഓഫ് കാസ്റ്റ് സ്റ്റീൽ, ഓപ്ഷൻ ബി ഹെവി ബ്ലോക്ക് ഓഫ് മൈൽഡ് സ്റ്റീൽ, ഓപ്ഷൻ സി ഹെവി ബ്ലോക്ക് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ, ഓപ്ഷൻ ഡി ലൈറ്റ് ബ്ലോക്ക് ഓഫ് അലൂമിനിയം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹെവി ബ്ലോക്ക് ഓഫ് കാസ്റ്റ് സ്റ്റീലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടോങ്സ് ഈസ് യൂസ്ഡ് വൈൽ ഫോർജിങ് ഹെക്സഗണൽ ബോൾട്ട്? ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഹെക്സഗണൽ ബോൾട്ട് ഫോർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടോങ്സ് ഏതാണെന്നുള്ളത്. ഇപ്പോൾ ഒരു ടോങ്സിൻ്റെ റൗണ്ട് ടോങ് ആണോ, സൈഡ് ടോങ് ആണോ, ഹോളോ ടോങ് ആണോ, പൈപ്പ് ടോങ് ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സൈഡ് ടോങ് ആണ്. ഓക്കെ. ഇപ്പോൾ ടോങ്സ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ചോദിക്കും. മൈൽഡ് സ്റ്റീലാണ്. പിന്നെ ഒരു സാധാരണ ടോങ്സിൻ്റെ ലെങ്ത് വരുന്നത് 400 to 600 mm ആണ്. 6 to 55 mm ആണ് അതിൻ്റെ ജോ ഓപ്പണിങ് വരുന്നത്. ഈ രണ്ട് വാല്യൂസും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹെക്സാഗണൽ ബോൾട്ടിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ടോങ്സ് ഉപയോഗിക്കുന്നത് സൈഡ് ടോങ് ആണെന്ന് ഓർക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഡൺ വെൻ ദ മെറ്റൽ ഈസ് ഇൻ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫോർജിങ് നമ്മൾ ചെയ്യുന്നത് മെറ്റലിനെ ഏത് കണ്ടീഷനിലാക്കിയിട്ടാണ്?
ലിക്വിഡ് കണ്ടീഷൻ ആണോ, പ്ലാസ്റ്റിക് കണ്ടീഷൻ ആണോ, ഇലാസ്റ്റിക് ആണോ, നൺ ഓഫ് ദ എബോ ആണോ? എൻ്റെ ആൻസർ വരിക പ്ലാസ്റ്റിക് കണ്ടീഷൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം അതിൻ്റെ വാല്യൂസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് വെൻ ബോട്ടം സ്വേജ് ആൻഡ് ടോപ്പ് ഫുള്ളർ ആർ യൂസ്ഡ്? ബോട്ടം സ്വേജും ടോപ്പ് ഫുള്ളറും യൂസ് ചെയ്യാൻ നേരത്ത് നടത്തുന്ന ആ ഓപ്പറേഷൻ്റെ പേരെന്താണെന്നുള്ളത്. ഹോളോയിങ് ആണോ, ഡ്രോയിങ് ഔട്ട് ആണോ, ജമ്പിങ് ആണോ, ബെൻഡിങ് ആണോ? ഓക്കെ, ഈ ഡ്രോയിങ് ഔട്ടിനും ജമ്പിങ്ങിനും ഒന്നും നമുക്ക് ബോട്ടം സ്റ്റേജും ടോപ്പ് ഫ്ലോറും വേണ്ട. നമുക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസറിലോട്ട് എത്താം. പിന്നെ ബെൻഡിങ് ചെയ്യുന്ന ഓരോ മെത്തേഡും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ ആൻസർ വരിക ഹോളോയിങ് ആണ്. ഓക്കെ, ഹോളോയിങ് എന്ന് പറയുന്നത് ഒരു ഉള്ളിലിട്ട് കുഴിഞ്ഞിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർജിങ് ഈസ് ഡൺ അറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർജിങ് നമ്മൾ ചെയ്യുന്നത്, ഇത് മിക്കവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്ന് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ മെറ്റൽ. ഓക്കെ, ആ മെറ്റൽ മെൽറ്റ് ചെയ്യുന്ന പോയിന്റിൽ, പിന്നെ ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ മെറ്റൽ, എബോവ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ മെറ്റൽ, നൺ ഓഫ് ദ എബോവ്. ഇപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റൽ ലിക്വിഡ് ആകുന്ന ആ പോയിന്റാണ്. അപ്പോൾ നമുക്ക് ആ ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റേജിൽ ഫോർജിങ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ മെറ്റലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വൈസസ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഇൻ ഫോർജിങ് ഷോപ്പ്? അപ്പോൾ നമ്മൾ ഈ വൈസിനെ കുറിച്ച് വൈസസ് പഠിച്ചപ്പം ഫസ്റ്റ് മോഡ്യൂൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഫോർജിങ്ങിൽ ഉൾപ്പെടുത്താഞ്ഞത്. ഇതിൻ്റെ ആൻസർ നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. ഹാൻഡ് വൈസ്, ബെഞ്ച് വൈസ്, ലെഗ് വൈസ്, സ്പിൻ വൈസ്. ലെഗ് വൈസ് ആണ് ഫോർജിങ് ഷോപ്പിൽ യൂസ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കുക, റിപ്പീറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. കാസ്റ്റ് അയൺ കനോട്ട് ബി ഫോർജ്ഡ് ബിക്കോസ് ഇറ്റ് ഹാസ് ദ പ്രോപ്പർട്ടി ഓഫ്. കാസ്റ്റ് അയൺ ഫോർജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഫോർജ് ചെയ്യാത്തതെന്നുള്ളതാണ്. സോഫ്റ്റ്നെസ് കൊണ്ടാണോ, സ്റ്റിഫ്നെസ് കൊണ്ടാണോ, ടഫ്നെസ് ആണോ, ബ്രിട്ടിൽനെസ് ആണോ? കാസ്റ്റ് അയൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്. അതിൽ കാർബണിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് ഈ ബ്രിട്ടിൽനെസ് ഉണ്ടാകാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഹീറ്റിംഗ് ടെമ്പറേച്ചർ ഫോർ ഫോർജിങ് ലോ അലോയ് സ്റ്റീൽ. അപ്പോൾ സ്റ്റീലിൻ്റെ ഫോർജിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ടെമ്പറേച്ചറും ആ ഹീറ്റ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ കളറും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഫോർജിങ് ലോ അലോയ് സ്റ്റീലിൻ്റെ ഹീറ്റിംഗ് ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ 750, ഓപ്ഷൻ ബി 850, ഓപ്ഷൻ സി 1100, ഓപ്ഷൻ ഡി 1200. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ സി 1100 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is a forging defect which occurs during the upsetting process when faces of the stock become square? അപ്പോൾ ഫോർജിങ് ഡിഫക്റ്റിനെ കുറിച്ച് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന അപ്സെറ്റിങ്ങിൽ വരുന്ന ഫോർജിങ് ഡിഫക്റ്റ് ആണ്. അതുപോലെ തന്നെ ഡ്രോയിങ് ഔട്ടിൻ്റെയും ഡിഫക്റ്റ് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും വ്യക്തമായിട്ട് നോക്കുക. കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസ് കാണുക. അപ്പോൾ ഓപ്ഷൻ എ ബക്ലിംഗ് ഓഫ് സ്റ്റോക്ക് ആണോ, ഫോൾഡ് ആണോ, സർഫസ് ആൻഡ് ഇന്റേണൽ ക്രാക്ക് ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബക്ലിംഗ് ഓഫ് സ്റ്റോക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is used for bending hooks of flat and round steel bar? ഇത് ആ ബെൻഡിങ് ടൂൾസ് പഠിച്ചപ്പോൾ അതിൽ വ്യക്തമായിട്ട് ഈ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഹുക്സ് ഓഫ് ഫ്ലാറ്റ് ആൻഡ് റൗണ്ട് സ്റ്റീൽ ബാർ. ഓപ്ഷൻ എ ബെൻഡിങ് ലിങ്ക്സ്, ഓപ്ഷൻ ബി ബെൻഡിങ് ബ്ലോക്ക്, ഓപ്ഷൻ സി ബോൾസ്റ്റർ സ്വേജസ്, ഓപ്ഷൻ ഡി ഫോർക്ക് ടൂൾ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബോൾസ്റ്റർ സ്വേജസ് ആണ്. ഓക്കെ, പിന്നെ ഈ ബെൻഡിങ് ടൂൾസിൻ്റെ ഓരോ ഫിഗർ നിങ്ങൾ നോക്കി വെച്ചേക്കണം. ചിലപ്പോൾ ഫിഗറിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നെക്സ്റ്റ്, ഫുള്ളേഴ്സ് ആർ യൂസ്ഡ് ഫോർ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫുള്ളേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നെക്കിംഗ് ആൻഡ് ഗ്രൂയിങ് ആണോ, ഫോമിംഗ് ദ ഹെഡ് ഓഫ് റിവറ്റ് ബോൾട്ട് എക്സെട്ര, മേക്കിംഗ് ഷോൾഡേഴ്സ് വിത്ത് റൈറ്റ് ആംഗിൾസ്, ഡ്രോയിങ് ഡൗൺ. ഫുള്ളേഴ്സ് യൂസ് ചെയ്യുന്നത് നെക്കിങ്ങിനും ഗ്രൂയിങ്ങിനുമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈ കാർബൺ സ്റ്റീൽ ഹാസ് ടു ബി ഫോർജ്ഡ് വിച്ച് കളർ ഇൻഡിക്കേറ്റ്സ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർജിങ് ടെമ്പറേച്ചർ? ഒരു ഹൈ കാർബൺ, നോട്ട് ചെയ്ത് വെക്കുക, ഹൈ കാർബൺ സ്റ്റീൽ ഫോർജ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കളറാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഓപ്ഷൻ എ യെല്ലോ ആണോ, ഡാർക്ക് ചെറി റെഡ് ആണോ, വൈറ്റ് ആണോ, ലൈറ്റ് യെല്ലോ ആണോ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈ കാർബൺ സ്റ്റീലിൻ്റെ ലൈറ്റ് യെല്ലോ ആണ്
ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോസസ് ഓഫ് ലോക്കൽ തിന്നിങ് ഡൗൺ ഓഫ് എ സ്റ്റോക്ക് ബൈ ഫോർജിങ് ഓപ്പറേഷൻ ഈസ് കോൾഡ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ സെറ്റിംഗ് ഡൗൺ, ഓപ്ഷൻ ബി ഡ്രോയിങ് ഡൗൺ, ഓപ്ഷൻ സി സ്വേജിങ് ഔട്ട്, ഓപ്ഷൻ ഡി പഞ്ചിങ്. ഇപ്പോൾ ലോക്കൽ തിന്നിങ് ഡൗൺ, ഓക്കെ, ലോക്കൽ തിന്നിങ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ക്രോസ് സെക്ഷൻ കുറക്കുന്നതാണ്. ക്രോസ് സെക്ഷൻ കുറക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്സെറ്റിംഗ് ആണ്. ഡ്രോയിങ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ക്രോസ് സെക്ഷൻ കുറക്കുന്നത് ഡ്രോയിങ് ഡൗൺ ആണ്, ഓക്കെ. പക്ഷേ ഇതിൽ ലോക്കൽ തിന്നിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോക്കൽ തിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ വരിക സെറ്റിംഗ് ഡൗൺ ആണ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈ സ്പീഡ് സ്റ്റീൽ ഹാസ് ടു ബി ഫോർജ്ഡ് വിച്ച് കളർ ഇൻഡിക്കേറ്റ്സ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർജിങ് ടെമ്പറേച്ചർ. ഇപ്പോൾ ഒരു ഹൈ സ്പീഡ് സ്റ്റീൽ ഫോർജ് ചെയ്യാൻ നേരത്ത് ഏത് കളറാണ് ആ ഫോർജിങ് ടെമ്പറേച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റീൽ ഹീറ്റ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാവും. ഒരു ഹൈ സ്പീഡ് സ്റ്റീൽ ഹീറ്റ് ചെയ്യാൻ നേരത്ത് അതിന് ഫോർജിങ് ടെമ്പറേച്ചർ ആയെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കളർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി യെല്ലോ ആണ്, ഓക്കെ. നമുക്ക് ഇനി വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈസ് ദെയർ എ പ്രൊസീജിയർ ടു ഇൻക്രീസ് ദ സെക്ഷണൽ ഡയമെൻഷൻ. ഇപ്പം നമ്മൾ സെക്ഷണൽ ഡയമെൻഷൻ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സ്, അതായത് അപ്സെറ്റിംഗ്. അപ്സെറ്റിങ്ങിനെ തന്നെയാണ് ഇവിടെ സെറ്റിംഗ് അപ്പ് എന്ന് കൊടുത്തിരിക്കുന്നത്, ഓക്കെ. അപ്പം അപ്സെറ്റിങ്ങിനെ സെറ്റിംഗ് അപ്പ് എന്നും പറയും എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ്, സിംഗിൾ കണ്ടിന്യൂസ് സ്ക്യൂസിംഗ് പ്രോസസ് ഈസ് ഡെമോൺസ്ട്രേറ്റഡ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രോപ്പ് ഫോർജിങ്, പ്രസ് ഫോർജിങ്, ഓപ്പൺ ഫോർജിങ്, ഓപ്പൺ ഡൈ ഫോർജിങ്, അതുപോലെ അപ്സെറ്റ് ഫോർജിങ്. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരിക ഡ്രോപ്പ് ഫോർജിങ് ആണ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈ സ്പീഡ് സ്റ്റീൽ ഈസ് ഫോർജ്ഡ് അറ്റ് വിച്ച് കളർ ഇൻഡിക്കേറ്റ്സ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർജിങ് ടെമ്പറേച്ചർ. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, പിന്നെ ഉൾപ്പെടുത്താൻ കാരണം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിൻ്റെ ആൻസർ നമ്മുടെ മൈൻഡിലേക്ക് വരും, ഓക്കെ. ഹൈ സ്പീഡ് സ്റ്റീൽ അത് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ഒരു യെല്ലോ കളറാണ് അതിന് വരിക എന്ന് എങ്ങനെയെങ്കിലും മനസ്സിലാക്കി വെച്ചേക്കുക, ഓക്കെ. ഒരു ഹൈ സ്പീഡ് സ്റ്റീൽ നമുക്ക് മൈൻഡിലോട്ട് വരാനായിട്ട് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂള്, അതിലൊരു യെല്ലോ കളറ് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നതായിട്ട് മനസ്സിലോട്ട് കൊണ്ടുവന്ന് പറയും. അപ്പോൾ ഹൈ സ്പീഡ് സ്റ്റീലും ഹൈ കാർബൺ സ്റ്റീലും ആയിരിക്കും തെറ്റിപ്പോകുന്നത്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഫോർജിങ് ഓഫ് പ്ലെയിൻ കാർബൺ സ്റ്റീൽ ഇസ് ഡൺ. ഇപ്പോൾ ഒരു പ്ലെയിൻ കാർബൺ സ്റ്റീൽ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1300 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കട്ടിംഗ് ആംഗിൾ ഓഫ് ഹോട്ട് ചിസൽ ഫോർ ഫോർജിങ് വർക്ക്. അപ്പോൾ നമ്മൾ കട്ടിംഗ് ടൂൾസ് നമ്മൾ സിലബസിലുള്ളതാണ്. അതിൽ ഹോട്ട് ചിസലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോട്ട് ചിസൽ പഠിച്ചപ്പം അവിടുത്തെ ആംഗിൾ നോട്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇതെന്ന് പറയുന്നത് കോൾഡ് ചിസലിൻ്റെ ആംഗിളാണ്, ഓക്കെ. ഹോട്ട് ചിസലും കോൾഡ് ചിസലും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതെന്ന് പറയുന്നത് ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ പറയാം, ഓക്കെ. ഈസ് ദെയർ എ ലിമിറ്റ് ടു ദ തിക്നെസ് ഓഫ് ദ ആൻവിൽ. ആൻവിലിൻ്റെ തിക്നെസ്സിന് എന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ആൻവിൽ അതിൻ്റെ ഫേസിൽ നമ്മളൊരു തിക്നെസ് കൊടുത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഹാർഡൻ സർഫസ്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 20 to 25 mm ആണ്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക, 20 to 25 mm ആണ്, ഓക്കെ. പിന്നെ സ്വേജ് ബ്ലോക്ക് ഈസ് മെയ്ഡ് ഓഫ്, ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് മാലിയബിൾ കാസ്റ്റ് അയൺ. റിപ്പീറ്റഡ് ആയിട്ടുള്ളതുകൊണ്ടാണ് പിന്നെയും ആഡ് ചെയ്തത് കാസ്റ്റ് അയൺ ആണ്. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ദ വർക്ക് പീസ് ഡ്യൂറിങ് ഫോർജിങ്. ഇപ്പം ഏത് ടൂളാണ് വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഫോർജിങ് ടൈമിൽ. ഇത് സ്വേജ് ബ്ലോക്ക് എന്നാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ടോങ്സ് ആണോ ഹാമർ ആണോ ഫുള്ളർ ആണോ എന്നുള്ളത്. അപ്പോൾ സ്വേജ് ബ്ലോക്ക് ആണ് ഒരു സപ്പോർട്ടിംഗ് ടൂളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഫോർജിങ് ഹൈ കാർബൺ സ്റ്റീൽ ഇറ്റ് മസ്റ്റ് ബി ഹീറ്റഡ് അൻറ്റിൽ. ഒരു ഹൈ കാർബൺ സ്റ്റീൽ ഹീറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ എ അൻറ്റിൽ ഇറ്റ് ടേൺസ് ചെറി റെഡ് ആണോ, അൻറ്റിൽ ഇറ്റ് ടേൺസ് പെയിൽ യെല്ലോ ആണോ, അൻറ്റിൽ ഇറ്റ് ടേൺസ് ഗ്രീൻ ആണോ, അൻറ്റിൽ ഇറ്റ് ടേൺസ് യെല്ലോ ആണോ. അപ്പോൾ നമ്മൾ ലൈറ്റ് യെല്ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു.
അത് തന്നെയാണ് ഇവിടെ പെയിൽ യെല്ലോ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ ഫോർജിങ് ടെമ്പറേച്ചർ ഓഫ് ലോ അലോയ് സ്റ്റീൽ? ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്, എങ്കിലും റിപ്പീറ്റഡ് ആണ്. ഈ വാല്യൂ നിങ്ങളുടെ മൈൻഡിലേക്ക് എത്താനായിട്ടാണ് പിന്നെയും ആ ക്വസ്റ്റ്യൻ തന്നെ ആഡ് ചെയ്തിരിക്കുന്നത്. 1100. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടയേഴ്സ് ഇൻ സ്മിത്ത് ബ്ലാക്ക് സ്മിത്തിങ്? അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് പഴയ ഇതിൽ എയർ സപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ മറ്റേതുമായിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ആ ക്വസ്റ്റ്യൻ അതേ ഓപ്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ സി ഓപ്ഷൻ തന്നെയായിരിക്കും ആൻസർ. സ്മിത്തിൽ ബ്ലാക്ക് സ്മിത്തിങ്ങിൽ ടയേഴ്സ് യൂസ് ചെയ്യുന്നത് എയർ സപ്ലൈക്ക് വേണ്ടിയാണ്, ആ ഫ്യൂവലിനെ കത്തിക്കാനായിട്ട്. ഡാഷ് ഓപ്പറേഷൻ ഈസ് യൂസ് ടു മേക്ക് ലാർജ് സൈസ് ബോൾട്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ലാർജ് സൈസ് ബോൾട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ അപ്സെറ്റ് ഫോർജിങ് ആണോ, ഹാമർ ഫോർജിങ് ആണോ, റൗണ്ട് ഫോർജിങ് ആണോ, കിൻസ്മാൻ ആണോ? ഓപ്ഷൻ എ അപ്സെറ്റ് ഫോർജിങ് ആണ് ലാർജ് സൈസിൽ ബോൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോ അലോയ് സ്റ്റീലിൻ്റെ ഫോർജിങ് ടെമ്പറേച്ചർ 1200. പ്ലെയിൻ കാർബൺ സ്റ്റീൽ എന്നോ ലോ കാർബൺ സ്റ്റീൽ എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ സെയിം തന്നെയാണ്, 1300 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഓൾറെഡി ഇപ്പം 32 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഗുണം ചെയ്യുന്നതായിരിക്കും. ആ വാല്യൂസ് പഠിക്കാനായിട്ടാണ് അത് പിന്നെയും ആവർത്തിച്ചത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കോൾഡ് ചിസൽസ് ആർ മെയ്ഡ് ബൈ. കോൾഡ് ചിസൽസ് ഉണ്ടാക്കുന്നത് ഫോർജിങ് വഴിയിട്ടാണ്. ഓക്കെ, ഇൻക്രീസ് ഇൻ ഹാർഡ്നെസ് ഡ്യൂ ടു കോൾഡ് വർക്കിംഗ് ഈസ് കോൾഡ്. ക്വസ്റ്റ്യൻസ് കണ്ടാലും പേടിക്കണ്ട, നമ്മൾ ആ ടോപ്പിക്കിൽ നിന്ന് മാത്രം ചോദിക്കാറുള്ളൂ. പിന്നെ ഒരു എക്സ്ട്രാ പ്രിക്കോഷൻസ് എന്നുള്ള നിലക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തതാണ്. അപ്പം ഓപ്ഷൻ എന്ന് പറയുന്നത് ഏജ് ഹാർഡനിങ്, ഇൻഡക്ഷൻ ഹാർഡനിങ്, ഫ്ലെയിം ഹാർഡനിങ്, വർക്ക് ഹാർഡനിങ്. ആൻസർ എന്ന് പറയുന്നത് വർക്ക് ഹാർഡനിങ് ആണ്. കോൾഡ് വർക്കിംഗ് ചെയ്യാൻ നേരത്ത് ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യുന്നതിന് പറയുന്ന പേര് വർക്ക് ഹാർഡനിങ് എന്നാണ്. ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ ഡയമീറ്റർ ഓഫ് എ റിംഗ് ബൈ ഫോർജിങ് ഈസ് കോൾഡ്. ഇപ്പം ഫോർജിങ് ചെയ്യുന്ന സമയത്ത് ആ റിങ്ങിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ റിംഗ് റോളിംഗ് എന്ന് പറയും. നെക്സ്റ്റ്, ഡാഷ് ഇസ് എ ഡ്രോപ്പ് ഹാമർ യൂസ്ഡ് ഇൻ ഫോർജിങ്. ഇപ്പോൾ ഒരു ഡ്രോപ്പ് ഹാമർ ഫോർജിങ്ങിൽ യൂസ് ചെയ്യുന്നത് ബോർഡ് ഹാമറാണ്. ഇൻ ഹെഡിങ് ഓപ്പറേഷൻ ടു അവോയ്ഡ് ബക്ലിംഗ് ദ ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ ഷാൽ ബി. ബക്ലിംഗ് ഒഴിവാക്കാനായിട്ട് ഹെഡിങ് ഓപ്പറേഷനിൽ നമ്മൾ 3:1 ആണ് ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ. ഇൻ ഫോർജിങ് ഓപ്പറേഷൻ സ്കാർഫിംഗ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് പീസസ് ഓഫ് മെറ്റൽ ഫോർ. ഇപ്പോൾ ഒരു ഫോർജിങ് ഓപ്പറേഷനിൽ സ്കാർഫിംഗ് എന്ന് പറയുന്ന മെത്തേഡ് അത് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഫോർജ് വെൽഡിങ് എന്ന് പറയും. ഹോട്ട് ഫോർജിങ് ലൂബ്രിക്കൻസ് ആർ. നമ്മൾ ഹോട്ട് ഫോർജിങ്ങിൽ ലൂബ്രിക്കൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് ബേസ്ഡ് ലൂബ്രിക്കൻസ് ആയിരിക്കും. ഓക്കെ, സോൾട്ട് ലൂബ്രിക്കൻസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർജിങ് ഓപ്പറേഷൻസ് റിപ്പീറ്റഡ് ഹാമറിങ് ആൻഡ് ക്ലോസ്ഡ് ഡൈ ആർ യൂസ്ഡ്? ഇതെന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഹാമറിങ് നടക്കും, ക്ലോസ്ഡ് ഡൈയും ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനെ ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയും. നമ്മൾ ആദ്യമേ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചായിരുന്നു, സ്മിത്ത് ഫോർജിങ് അല്ലെങ്കിൽ ഓപ്പൺ ഡൈ ഫോർജിങ്, ഡ്രോപ്പ് ഫോർജിങ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ഡൈ ഫോർജിങ്, പ്രസ് ഫോർജിങ്, അതുപോലെ തന്നെ അപ്സെറ്റ് ഫോർജിങ്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയുന്നത്. കോൾഡ് വർക്കിംഗ് ഓഫ് എ മെറ്റൽ ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ്. അപ്പോൾ നമുക്ക് ഹോട്ട് വർക്കിങ്ങും ഉണ്ട്, കോൾഡ് വർക്കിങ്ങും ഉണ്ട്. അപ്പോൾ ഈ കോൾഡ് വർക്കിംഗ് നടക്കുന്നത് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് ബിലോ ആയിട്ടായിരിക്കും. അപ്പോൾ ഹോട്ട് വർക്കിംഗ് നടക്കുന്നത് എബോ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ആണെന്ന് കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ഹാമർ ഇൻ വിച്ച് ബോത്ത് ദ ഫേസസ് ആർ ഫ്ലാറ്റ് ആൻഡ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഹെവി വർക്ക് ഇൻ സ്മിത്തി ഷോപ്പ്. ഇതും നമ്മുടെ സിലബസിലുള്ളതാണ്. സ്ലെഡ്ജ് ഹാമർ ആണത്. ഹെവി വർക്കിനായിട്ട് സ്മിത്തി ഷോപ്പിൽ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ബോത്ത് ഫേസസും ഫ്ലാറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർജിങ് മെത്തേഡ് ഇൻ വിച്ച് ഡയമീറ്റർ ഓഫ് ദ ബാർ ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ഈസ്. ഇവിടെ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ ബാർ, ഡയമീറ്റർ കുറഞ്ഞു, ലെങ്ത് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ അപ്സെറ്റിംഗ് ഉണ്ട്. അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്
അവിടെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്, ലെങ്ത് ഷോർട്ടൺ ആകുകയാണ് ചെയ്യുന്നത്. ഫ്ലാറ്റനിങ് അല്ല. എഡ്ജിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റൗണ്ട് ചെയ്യുന്ന ആ പൊസിഷനാണ് എഡ്ജിങ് എന്ന് പറയുന്നത്. ഫുൾ റിങ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടുത്തെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, പ്രോസസ് ഓഫ് റിമൂവിങ് ബേർസ് ഓഫ് ഫ്ലാഷ് ഫ്രം എ ഫോർജ്ഡ് കമ്പോണൻറ്റ് ഈസ് കോൾഡ്. ഇപ്പോൾ ഒരു ഫോർജ്ഡ് കമ്പോണൻറ്റിൽ നിന്ന് ആ പുറത്തോട്ട് തള്ളി നീക്കുന്ന ഫ്ലാഷസ് റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ ട്രിമ്മിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫോർജിങ് ഡിഫക്റ്റ്. ഫോർജിങ് ഡിഫക്റ്റ് ആയിട്ട് പറയുന്നത് ഏതാണ്? അത് കോൾഡ് ഷട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഫോർജിങ് പ്രോസസ് ദ പാർട്സ് ആർ ഹീറ്റഡ് ഇൻ ക്ലോസ്ഡ് ഹെർത്ത്. ഇപ്പോൾ ഒരു ക്ലോസ്ഡ് ഹെർത്തിൽ പാർട്സ് ഹീറ്റ് ചെയ്യുന്ന ഫോർജിങ് പ്രോസസ്സ് ഏതാണെന്നുള്ളതാണ്. അത് മെഷീൻ ഫോർജിങ് ആണ്. എ സ്റ്റീൽ ഈസ് ബീങ് ഹീറ്റഡ് ഫോർ ഹാൻഡ് ഫോർജിങ്. ടെമ്പറേച്ചർ ഓഫ് ദ സ്റ്റീൽ ഈസ് അസസ്ഡ് ബൈ. അതായത് നമ്മൾ ആ സ്റ്റീലിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ആ സ്റ്റീലിൻ്റെ കളർ വെച്ചിട്ടാണ്, ഹീറ്റ് കളർ ഓഫ് സ്റ്റീൽ. ഓക്കെ, ഡ്യൂറിങ് ഫോർജിങ് ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് കോർണേഴ്സ് ഇൻ ഷോൾഡേർഡ് വർക്ക്. കോമേഴ്സ് അല്ല, കോർണേഴ്സ്. കോർണേഴ്സ് ആ ഷോൾഡേർഡ് വർക്കിൽ നമ്മൾ യൂസ് ചെയ്തത് സെറ്റ് ഹാമറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, സിലബസിലുള്ളതാണ്. സെറ്റ് ഹാമറാണ് ആൻസർ. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് എന്നുള്ള നിലക്ക് തന്നിരിക്കുവാണ്. അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഡ്രിഫ്റ്റ് ഇൻ ഫോർജിങ്? ഡ്രിഫ്റ്റ് ഫോർജിങ്ങിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഒറിജിനേറ്റ് ഹോൾ, റിമൂവ് ടാപ്പ്, എൻലാർജ് ഹോള്, ഫ്ലാറ്റനിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ക്വയർ ഹോൾ ഓൺ ആൻവിൽ ഈസ് യൂസ്ഡ് ഫോർ. ആൻവിലിൽ 2 തരം ഹോളുണ്ട്, സ്ക്വയർ ഹോളും ഉണ്ട്, റൗണ്ടും ഉണ്ട്. അത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബെൻഡിങ് സ്ക്വയർ ബാർ. ഒരു സ്ക്വയർ ബാറിനെ ബെൻഡ് ചെയ്യാനാണോ, ഹോൾഡിംഗ് ഫ്ലാറ്ററിനെ ഹോൾഡ് ചെയ്യാനാണോ, പിന്നെ ഹോൾഡിംഗ് സ്വേജിനെ ഹോൾഡ് ചെയ്യാനാണോ, ഹോൾഡിംഗ് ഹാർഡ് ഡൈ ആൻഡ് സ്റ്റേക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ച് ഇൻ ഫോർജിങ് വർക്ക് ഈസ് യൂസ്ഡ് ടു. ഇപ്പം ഫോർജിങ് വർക്കിൽ പഞ്ച് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ, മേക്കിംഗ് വിറ്റ്നസ് മാർക്ക്, മേക്കിംഗ് എ ഹോൾ, ഓക്കെ, എൻലാർജ് ഹോൾ, റിമൂവ് ടാപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫോർജിങ് ഷോപ്പ് ബെൻഡിങ് ടെമ്പറേച്ചർ ഫോർ മൈൽഡ് സ്റ്റീൽ ഈസ്. ഫോർജിങ് ഷോപ്പിൽ ബെൻഡിങ് ടെമ്പറേച്ചർ നോട്ട് ചെയ്യുക, ബെൻഡിങ് ടെമ്പറേച്ചർ ഫോർ മൈൽഡ് സ്റ്റീൽ ഈസ് ഓപ്ഷൻ എ 500, ഓപ്ഷൻ ബി 700, ഓപ്ഷൻ സി 600, ഓപ്ഷൻ ഡി 800. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when mild steel is heated to 1300 degrees Celsius, it shows white color. When it is heated to 800, the color is. അത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ കളറിൻ്റെ ചാർട്ടിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഓപ്ഷൻ എ യെല്ലോ, ഓപ്ഷൻ ബി റെഡ്, ഓപ്ഷൻ സി ഡൾ ചെറി റെഡ്, ഓപ്ഷൻ ഡി ബ്രൗൺ. അപ്പോൾ ഇതൊരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തന്നിരിക്കുവാണ്. നിങ്ങളത് ആൻസർ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ ആ 32 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. ബാക്കി ഒരു 16 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തത് നോക്കണ്ട. ഓക്കെ, അത് ഇടാനുള്ള കാരണം, ഇപ്പം ക്വസ്റ്റ്യൻ ഇടുന്ന സബ്ജക്റ്റ് എക്സ്പേർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ, എക്സാം വേദ അതുപോലെയുള്ള സൈറ്റിൽ നിന്നൊക്കെ എടുത്തിടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ എന്നുള്ള നിലക്ക് ഈ ക്വസ്റ്റ്യൻസും കൊണ്ട് ഡീൽ ചെയ്തത്. നിമി നമ്മൾ പിന്നെ ഒരാൾ ചോദിക്കുന്ന കേട്ട് 2 വീഡിയോയിൽ ക്ലാസ് കഴിഞ്ഞു വന്നു. ഫോർജിങ്ങിൻ്റെ പഴയ ടെക്സ്റ്റിലുള്ള ഫുൾ ടോപ്പിക്ക് ആ 2 വീഡിയോ സെക്ഷനിലായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ള എല്ലാ ടോപ്പിക്കും, സേഫ്റ്റി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ സ്വേജ് ബ്ലോക്ക് ഒന്നും നമുക്ക് വിട്ടുകളയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല, അതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഗറും കാര്യങ്ങളും ഒക്കെ ബെൻഡിങ്ങിൻ്റെയൊക്കെ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ബെൻഡിങ്ങിൻ്റെ അങ്ങനെ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് കയറി വരാം. പിന്നെ നമ്മളിപ്പോഴേ കട്ട് ഓഫ് പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട. അപ്പോൾ നമുക്ക് മെയിൻ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നതിന് ശേഷമൊക്കെ നമുക്ക് കട്ട് ഓഫ് പ്രൊഡിക്ഷൻ നടത്താൻ പറ്റത്തുള്ളൂ. പിന്നെ എക്സാം ഹാളിലിരുന്ന് ഒരിക്കലും കട്ട് ഓഫ് പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു. അതായത് ഈ ക്വസ്റ്റ്യൻസ് ഓക്കെ ഇതൊരു 90 ആയിരിക്കും കട്ട് ഓഫ്, അപ്പോൾ ഞാൻ ഇത്ര അറ്റൻഡ് ചെയ്യാൻ പോരാ, അപ്പം നിങ്ങൾക്കത് നെഗറ്റീവ് മാർക്കായിരിക്കും വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാമിൻ്റെ ടൈം ആകുന്നിടത്തൊരു ക്ലാസ് എന്ന നിലക്ക് പറഞ്ഞുതരാം, എന്തൊക്കെ അബദ്ധങ്ങൾ കാണിക്കരുത്.
അതായത് ഞാൻ കാണിച്ച കുറച്ച് അബദ്ധങ്ങൾ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങളും കൂടെ അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ MCQ എല്ലാവരും കാണുക, പിന്നെ അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.